നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ജോഗ്രഫിയിൽ കേരള ഭൂപ്രകൃതിയാണ് പഠിക്കാൻ പോകുന്നത്. കേരള ഭൂപ്രകൃതി. നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലെ? മലനാട് കൂടെ പറഞ്ഞ കൂടെ മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ കേരളത്തിലെ ഭൂപ്രകൃതി മൂന്നുണ്ട്: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടെന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഉണ്ട് മലകൾ വരുന്ന പ്രദേശം അല്ലെ? മലകൾ വരുന്നതെന്ന് പറഞ്ഞാൽ മലകളും പർവ്വതനിരകളും കുന്നുകളൊക്കെ വരുന്ന പ്രദേശമാണ് ഇളനാടെന്ന് പറയുന്നത്, മലനാട്. അതുപോലെ തൊട്ട് താഴെ വരുന്നുണ്ട് കുറച്ച് അതിനെക്കാട്ടി ഉയരം കുറഞ്ഞതാണ് എന്ത്? ഇടനാട്. അതിൽ നിന്ന് ഉയരം കുറഞ്ഞതാണ് എന്ത്? ഈ തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ കൂടെ പറയണം: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഈ കാണുന്നത് സമുദ്രനിരപ്പാണെന്ന് വിചാരിക്കുക. സമുദ്രനിരപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും നോക്കിയോ, നമ്മുടെ 0 മുതൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള, അതായത് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാ നോക്ക്. 0 മുതൽ 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് എവിടെ വരുന്നത്? തീരപ്രദേശത്തിൽ വരുന്നത്, ലോ ലാൻഡിൽ വരുന്നത് 7.5 മീറ്റർ വരെ. ഈ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളാണ് എന്തിൽ വരുന്നത്? ഇടനാട്ടിൽ വരുന്നത്. അപ്പൊ ഇതാണ് തീരപ്രദേശം. ഇതാണ് ഇടനാട്. 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? അതാണ് മലനാട്. കാര്യം മനസ്സിലാക്കുക. 7.5 മീറ്റർ വരെ തീരപ്രദേശം, 7.5നും 75നും ഇടയിൽ ഇടനാട്, 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് പറയുന്നത്. മലനാട്. ആ കാര്യം മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക: മലനാട്, ഇടനാട്, തീരപ്രദേശം. എങ്ങനെ പറയും? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി ചോദിക്കേണ്ടത് ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് ആണെന്ന് പഠിക്കണം. മലനാട് 48% ഉണ്ട്, ഇടനാട് 42% ഉണ്ട്, അതുപോലെ തീരപ്രദേശം 10%. അപ്പൊ 48, 42, 48, 42, 10, 48, 42, 10, 48, 42, 10. അങ്ങനെയാണ് പഠിക്കുക. മലനാട്, ഇടനാട്, തീരപ്രദേശം 48, 42, 10. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ശ്രദ്ധിച്ചേ. അത്രയും കാര്യം നിങ്ങൾക്ക് അറിയാം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി ശ്രദ്ധിച്ചേ. നമ്മൾ ഓരോന്നിന്റെയും കാര്യം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓരോന്നിന്റെയും കാര്യം നമ്മൾ പറയാൻ പോവാണ്. മലനാട്, ഇടനാട്. ഇനി വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മലനാട് എന്താണെന്ന് മനസ്സിലായി, ഇടനാട് മനസ്സിലായി, തീരപ്രദേശം. ഇനി ശ്രദ്ധിച്ചേ. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് മലനാടുകൾ എന്ന് പറയുന്നത്. അതിന്റെ ശതമാനം 48% നമ്മൾ പറഞ്ഞു, 48%. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതിയാണ് മലനാട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? മലനാടാണ്. ഓർത്ത് വെച്ചേക്കാം, മലനാട്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാട്. ഇനി ശ്രദ്ധിച്ചേ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. സാർ, എക്സാം ഇംഗ്ലീഷിലല്ലേ? ഇംഗ്ലീഷിലാണോ നിങ്ങൾക്ക് വരണേ ക്വസ്റ്റ്യൻ? ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിലാണല്ലേ? അങ്ങനെയാണെങ്കിൽ കാര്യം പറഞ്ഞുതരാം. നോക്കിയോ, മലനാട് ഹൈലാൻഡ് എന്ന് പറയും. ഹൈലാൻഡ് എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 48% കേട്ടോ. 48%. 75 മീറ്ററിൽ കൂടുതൽ ഉയരം. നമ്മൾ മലയാളത്തിൽ പഠിച്ചു പോയാൽ മതി. എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു പോകുന്ന വെച്ചാൽ നടക്കുന്ന കാര്യമല്ല കേട്ടോ. ഓർത്ത് വെച്ചേക്കണം. ശ്രദ്ധിച്ചേ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിപ്പോ ഇന്ത്യൻ ഉപദ്വീപ്. ഇതാ നോക്കിയേ, ഇത് ഇന്ത്യൻ ഉപദ്വീപാണെന്ന് നമുക്കറിയാം. ഇതിനകത്ത് ഇവിടെയാണ് നമ്മുടെ കേരളം വരുന്നത്. കേരളം വരുന്നത്. ഈ കേരളത്തിന്റെ ഇത് വെസ്റ്റ് ആണ്, അതായത് പടിഞ്ഞാറ് ഭാഗമാണ്. ഇപ്പുറത്തെ സൈഡിൽ ഈസ്റ്റ് ആണ് വരുന്നത്. ഈസ്റ്റ് അല്ലെ? അപ്പൊ ഈ നമ്മുടെ തീരപ്രദേശത്തോട് ചേർന്ന തീരപ്രദേശം എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചേ. തീരപ്രദേശം എന്ന് പറയുമ്പോൾ ഇതാ നോക്കിയോ, ഈ ഭാഗമാണ് എന്ത് വരുന്നത്? തീരപ്രദേശം വരുന്നത്. കേരളത്തിന്റെ തീരപ്രദേശം വരുന്നത് ഈ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. പടിഞ്ഞാറ് ഭാഗം. അത് കഴിഞ്ഞ് അതിന്റെ തൊട്ട് മേളിൽ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലൈൻ വരച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഇടനാട് എന്ന് പറയുന്ന ഭാഗം കിട്ടും. ഇടനാട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചേ. നമ്മൾ വീണ്ടും അതിന്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു ലൈൻ വരച്ചാൽ അതാണ് എന്ത്? മലനാട്. കണ്ടോ? അതായത് ഹൈലാൻഡ്, ഏറ്റവും മേളിൽ ഹൈലാൻഡ്,
തൊട്ട് താഴെ മിഡ് ലാൻഡ്, ഏറ്റവും താഴെ ലോ ലാൻഡ് എന്ന് പറയും. ലോ ലാൻഡ്. ലോ ലാൻഡ് തന്നെയാണ് തീരപ്രദേശം. കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്ത്, അതായത് നമ്മൾ ഈ വരച്ച ഓരോ ലൈനുകൾ കണ്ടല്ലോ, ഒന്ന് തീരപ്രദേശം, ഒന്ന് ഇടനാട്, അടുത്ത് മലനാട് എന്ന് പറഞ്ഞില്ലേ? മലനാട് വരുന്നത് കേരളത്തിന്റെ ഏത് ഭാഗത്താ? കിഴക്ക് ഭാഗത്താണ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് വരുന്നത്. ഇത് ശ്രദ്ധിച്ച്, ഇവിടെ കേരളത്തിലെ എല്ലാ നദികളും, കേരളത്തിലെ നദികളുടെ എണ്ണം 44 പഠിച്ചങ്ങ് മാറ്റുക. കേരളത്തിൽ 44 നദികളുണ്ട്. ആ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതിയിൽ നിന്നാണ്. ഏത്? മലനാട്ടിൽ നിന്നാണ് 44 നദികളും ഉത്ഭവിക്കുന്നത്, ഓർത്ത് വെച്ചിരിക്കുക. അതിൽ 41 നദികൾ നിങ്ങൾക്കറിയാം എങ്ങോട്ട് ഒഴുകുന്നു എന്ന് കമന്റ് ചെയ്തേ. 41 നദികൾ എങ്ങോട്ട് ഒഴുകുന്നു എന്ന് പറഞ്ഞേ. 41 നദികൾ, 41 നദികൾ എങ്ങോട്ട് ഒഴുകുന്നുണ്ട്? 41 വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ? 41 വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ പോകുന്നേ? 41 നദികൾ എങ്ങോട്ട് പോകുന്നു ചോദിച്ചാൽ വെസ്റ്റ് ഫ്ലോയിങ് ആണ്. വെറും 3 നദികൾ മാത്രമേ എങ്ങോട്ട് പോകുന്നുള്ളൂ? ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? കുഞ്ഞുങ്ങളെ വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ എന്തെങ്കിലും സ്റ്റക്ക് ഉണ്ടോ? ഞാൻ ഇനി ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്തായാലും ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. വീഡിയോ സ്റ്റക്ക് ഉണ്ടോ? വീഡിയോ സ്റ്റക്ക് ആയിട്ട് ഇരിപ്പുണ്ടോ? ഉണ്ട്, കാണാം, നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. ഇനി വാ. നദികളെല്ലാം ഉത്ഭവിക്കുന്നു പറഞ്ഞു. 41 നദികൾ പടിഞ്ഞാറോട്ട് പോകുന്നുണ്ട്, 3 പേര് കിഴക്കോട്ട് പോകുന്നുണ്ട്. കബനി, ഭവാനി, പാമ്പാർ. നമുക്ക് നദികളൊക്കെ പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ശ്രദ്ധിച്ചേ, ഇവിടെ മലനാടിന്റെ ശരാശരി ഉയരം ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, പഠിച്ചു വെച്ചിരിക്കണം. 900 മീറ്റർ ആണ് മലനാടിന്റെ ശരാശരി ഉയരം. 900 മീറ്റർ. മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ 1000 മീറ്റർ ആണ്. അപ്പൊ നിങ്ങളിവിടെ പഠിക്കേണ്ടത്, ഞാൻ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കാം. ഈ മലനാടെന്ന് പറയുമ്പോൾ പർവ്വതങ്ങൾ വരുന്നതല്ലേ? ആ മലനാട്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പർവ്വതനിര കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പർവ്വതനിരയുടെ പേരെന്താണ്? മലനാടിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന പർവ്വതനിര ഏത്? മലനാടിന്റെ ഭാഗമായി വരുന്ന കേരളത്തിലെ പർവ്വതനിര ഏതാണെന്ന് പറഞ്ഞേ. മലനാടിന്റെ ഭാഗമായി വരുന്ന പർവ്വതനിരയുടെ പേരാണത്. നിങ്ങൾക്ക് അറിയാന്നുള്ളതുപോലെ പശ്ചിമഘട്ടം അറിയാലോ. പശ്ചിമഘട്ടം അറിയാലോ. വെസ്റ്റേൺ ഘട്ട്, വെസ്റ്റേൺ ഘട്ട്. അത് തന്നെ, വെസ്റ്റേൺ ഘട്ട്. കറക്റ്റ് ആണ്. സുധിൻ കറക്റ്റ് ആണ്. അനിത, രേഷ്മ, അശ്വതി കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. അതാ നോക്ക്. ഇനി ശ്രദ്ധിച്ചേ, ഈ മലനാടിന്റെ ശരാശരി ഉയരവും നമ്മൾ 900 മീറ്റർ എന്ന് പറയുന്നില്ലേ? ആവറേജ് ഹൈറ്റ് 900 മീറ്റർ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആ മലനാടിന്റെ ശരാശരി ഉയരം, ആവറേജ് ഹൈറ്റ് 900 മീറ്റർ എന്ന് പറയുന്നെന്ന് പറഞ്ഞാൽ ആരുടെ ഹൈറ്റ് തന്നെയാണ്? ഈ പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് തന്നെയാണ്. മലനാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമുള്ളതാണ്. മലനാട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ കേരളത്തിനകത്തുള്ള പശ്ചിമഘട്ടം മൊത്തം 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ കേരളത്തിനകത്തുള്ള മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരമല്ലേ? പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരമല്ലേ? ആണ്. ക്ലിയർ അല്ലേ? പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം, ആവറേജ് ഹൈറ്റ് ചോദിച്ചാലും മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാലും എത്ര തന്നെയാണ്? 900 മീറ്റർ. മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് എസിട്ടെ. ഈ പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് എസിട്ടെ. പറഞ്ഞത് ക്ലിയർ ആണ്. നോട്ടൊക്കെ തരാൻ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിക്കൂ. നോർത്ത് ടു സൗത്ത് ആണോ? എന്താ ഉദ്ദേശിച്ചത്? അതെനിക്ക് മനസ്സിലായില്ല. നോർത്ത് ടു സൗത്ത് ആണെന്ന് വെച്ചാൽ എന്താ? നോർത്ത് ടു സൗത്ത്, നോർത്ത് ടു സൗത്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതായത് നമ്മുടെ പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 6 സംസ്ഥാനം. ഓക്കെ. അതിലൊരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിനകത്ത് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എത്രയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ, കേരളത്തിനകത്ത്, കേരളമുള്ള പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം, 6 സംസ്ഥാനങ്ങളിലെയും ആവറേജ് ഹൈറ്റ് അല്ല, കേരളത്തിലെ മാത്രം ആവറേജ് ഹൈറ്റ് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഈ മലനാടിന്റെ ശരാശരി ഉയരവും 900 മീറ്റർ എന്ന് പറയുന്നത് രണ്ടും സെയിം അല്ലേ എന്നാണ് എന്റെ ചോദ്യം. സെയിം അല്ലേ?
ഇത് രണ്ടും സെയിം അല്ലേ? കാരണം മലനാടെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആര് മാത്രമേ വരുന്നുള്ളൂ അതിനകത്ത്? പശ്ചിമഘട്ടം മാത്രമേ വരുന്നുള്ളൂ. പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം ചോദിച്ചാലും മലനാടിന്റെ ശരാശരി ഉയരം ചോദിച്ചാലും 900 മീറ്റർ അല്ലേ? യെസ്, അതാണ് പറഞ്ഞത് കേട്ടോ. ഇനി അതുപോലെ അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം, അതായത് ഈ 6 സംസ്ഥാനങ്ങളിലെയും കൂടെ ചേർക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം ചോദിച്ചാൽ 1200 മീറ്റർ. 1200 മീറ്റർ. NCERT-ക്കകത്ത് 1500 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. 1200 മതി കേട്ടോ. നമുക്ക് 1200 മതി. അപ്പൊ ചോദ്യം ഇത്രയേ ഉള്ളൂ. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്റർ. പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം 900 മീറ്റർ. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. മനസ്സിലായോ? ഈ 3 പോയിന്റ് എന്റെ കൂടെ പറഞ്ഞു നോക്ക്. എന്റെ കൂടെ പറഞ്ഞ എല്ലാവരും. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്റർ. പശ്ചിമഘട്ടത്തിന്റെ കേരളത്തിലെ ശരാശരി ഉയരം 900 മീറ്റർ. മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ. എന്റെ കൂടെ പറഞ്ഞവർ മാത്രം ഒന്ന് എത്തിട്ടെ. എന്റെ കൂടെ ഇതെല്ലാം പറഞ്ഞവർ മാത്രം ഒന്ന് എത്തിട്ടെ. എന്റെ കൂടെ ഇതെല്ലാം പറഞ്ഞവർ മാത്രം ഒന്ന് എത്തിട്ടെ. യെസ്, അനില, സുമയ്യ, ശാലിനി, രജിത, സ്നേഹ, ആദിത്യ, ഹരിത, അശ്വിനി, റിജിന, ദിവ്യ, രൂപിമ, പ്രീത, സൂരജ്. യെസ്, എല്ലാരും പറഞ്ഞല്ലോ. ക്ലിയർ ആണ്. അപ്പൊ അത്രയും കാര്യം ക്ലിയർ ആണേ. ഇനി ശ്രദ്ധിച്ച്, ഇനി ബാക്കി കാര്യം നോക്കി. ഈ മലനാട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് പോലെ അങ്ങ് മാറ്റുക കേട്ടോ. തേയില, കാപ്പി, ഏലം, കുരുമുളക്. കണ്ടോ? തേയില, കാപ്പി, ഏലം, കുരുമുളക്. ഇതിന്റെയൊക്കെ ഏതിനെങ്കിലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. തേയില, കാപ്പി, ഏലം, കുരുമുളക്. കേട്ടോ? തേയില, കാപ്പി, ഏലം, കുരുമുളക്. തേയില, കാപ്പി. എന്റെ കൂടെ പറയേ. തേയില, കാപ്പി, ഏലം, കുരുമുളക്. പറ. തേയില, കാപ്പി, ഏലം, കുരുമുളക്. പറ. തേയില, കാപ്പി, ഏലം, കുരുമുളക്. അതുപോലെ ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റിലുള്ള പോയിന്റുകളാണ് കേട്ടോ. സ്കൂൾ ടെക്സ്റ്റിലുള്ള പോയിന്റാണ്. മലനാട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ തേയില, കാപ്പി ഒരുമിച്ച് പഠിക്കാലോ. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. പറ. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. പറഞ്ഞു നോക്ക്. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. ക്ലിയർ ആണ്. എടേ, മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ. തണുപ്പ് കാരണം ഉയരം കൂടിയ സ്ഥലമാണ് മലനാട്. തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ വിളകൾക്ക് ഏറെ അനുയോജ്യമായിട്ട് വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ പഠിച്ചങ്ങ് മാറ്റുക. നന്നായിട്ട് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. നന്നായിട്ട് പഠിക്കുന്ന ഒരാളുണ്ട്, നന്നായിട്ട് പഠിക്കും, പക്ഷെ അവൻ ഇതുവരെ ജോലി കിട്ടിയില്ല. കാര്യം എന്താണ്? ഈ സാധനം അവന്റെ ഡിക്ഷണറിയിലേ ഇല്ല. എന്താണ്? റിവിഷൻ ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. തലകുത്തി നിന്ന് പഠിച്ചാലും തലകുത്താതെ പഠിച്ചാലും മറന്നു പോകും കേട്ടോ. ശരി, നോക്കി. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ വിളകളുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഈ വിളകളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആയിരിക്കണം. അത്രയും വേണം കേട്ടോ. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. ഓർത്തു വെച്ചേക്കണം. 3 കാര്യങ്ങളാ പറഞ്ഞത്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഒന്ന് പറഞ്ഞേ കൂടെ പറ. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ക്ലിയർ ആണ്. അപ്പൊ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കാം. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. പിന്നെ അതുപോലുള്ള കാലാവസ്ഥ ഇവർക്ക് അനുയോജ്യമാണ്. താപനില 30 ഡിഗ്രി സെൽഷ്യസ് താഴെ, ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്. ഇത്രയും കാര്യം ഓക്കെ ആണ്. ഒന്നുമില്ല. ഓക്കെ. കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. നോക്ക്. ഇടനാടിനെ കുറിച്ച് പറയുന്നു. മലനാടിന്റെ കാര്യം അത്രയും പറഞ്ഞു. മലനാട് പറഞ്ഞ് തീർന്നല്ല. മലനാട് പറയുമ്പോൾ നമുക്കിനി പശ്ചിമഘട്ടത്തെ കുറിച്ചും പറയാനുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനം ഞാൻ പശ്ചിമഘട്ടത്തെ കുറിച്ചും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോ. ഇടനാട് നമ്മൾ പറഞ്ഞതാണ് സമുദ്രനിരപ്പിൽ നിന്നും. നീർവാർച്ചയുള്ള ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ എന്താണ്? നീർവാർച്ച എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യൂല, മൊത്തത്തിലങ്ങ് പോകത്തില്ല. കുറച്ച് ആ ഒരു ഈർപ്പം മണ്ണിൽ കാണും കേട്ടോ. നീർവാർച്ചയുള്ള മണ്ണ്, ഒരു നനവുള്ള മണ്ണ്, അത്രേ ഉള്ളൂ. അതിനിപ്പോ എന്താ പറയാ, വെറ്റ് സോയിലോ കേട്ടോ, അതാണ് മീനിങ്. വെറ്റ് ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നനവുള്ള കേട്ടോ. അതങ്ങ് മാറ്റിരുന്നാൽ മതി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഒന്നും പരീക്ഷയില്ല. ഞാൻ ഇവിടെ തലകുത്തി നിന്ന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കണം. നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും, പേടിക്കണ്ട.
ഇത് സ്റ്റേറ്റ്മെന്റ് വന്നാൽ പോലും സിമ്പിൾ ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യനെ വരത്തുള്ളൂ കേട്ടോ. ഡോൺ വെറി, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അലൂവിയൽ സോയിൽ ആണോ എന്ന് ചോദിച്ചാൽ അലൂവിയൽ സോയിൽ ഒന്നും അല്ല കേട്ടോ. ഓർമ്മിച്ചോണം. അലൂവിയൽ സോയിലും വരുന്നുണ്ട് കേട്ടോ. അലൂവിയൽ സോയിലും വരുന്നുണ്ട് കേട്ടോ. പക്ഷെ മലനാട്ടിൽ കാണൂല. മലനാട്ടിൽ മലകളിൽ നിന്നൊക്കെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര പോലത്തെ നദികൾ, കേരളത്തിലെ നദികളും എക്കൽ മണ്ണ് നിക്ഷേപിക്കുന്നുണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ് കൂടുതലായിട്ട് എക്കൽ മണ്ണ് നിക്ഷേപിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. 40% കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ്, ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടി കൂടിയ മണ്ണിനം എക്കൽ മണ്ണാണ്. ഉൽപാദനക്ഷമത ഏറ്റവും കൂടിയ മണ്ണ് എക്കൽ മണ്ണ്. ഇതൊക്കെ നല്ല ചോദ്യമാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. നോക്കിയോ. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളാണ് ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ, 42% നമ്മൾ പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞ പെർസെന്റേജ് മാത്രം ഒന്ന് ഓർമ്മിച്ച് നോക്ക്. കമന്റ് ഒന്നും ചെയ്യണ്ട, ഓർമ്മിച്ച് നോക്ക്. 48, 42, 10. സിമ്പിൾ അല്ലേ? സിമ്പിൾ. നോക്കിയോ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് നമ്മൾ പറഞ്ഞ എന്താണ്? ആ മലനാട്. 2ാം സ്ഥാനത്ത് കാണപ്പെടുന്നതാണ് ഇടനാട്. വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെയാണ്. ദാ നോക്ക്. നമ്മൾ നേരത്തെ കേരളത്തെ നമ്മൾ ഇങ്ങനെ വരച്ചു. കേരളത്തെ നമ്മൾ ഇങ്ങനെ ഇവിടെ വരച്ചാൽ ഞാനായിരിക്കത്തില്ല അവിടെ ഏറ്റവും കൂടുതൽ. എന്റെ ഒരു സെക്കൻഡ്. നമുക്കൊരു കേരളം വരയ്ക്കണ്ടേ? കേരളം വരയ്ക്കാൻ സ്ഥലം ഉണ്ടാക്കട്ടെ. കണ്ടോ, ഇത് കേരളമാണെന്ന് വിചാരിക്കും. ഇത് കേരളം. നല്ല ഷേപ്പ് അല്ലേ കേരളത്തിന്റെ ഷേപ്പ്? കേരളത്തിന് നല്ല ഷേപ്പ് അല്ലേ കുഞ്ഞുങ്ങൾ? നോക്കിയോ, ഇത് കേരളമാണെന്ന് വിചാരിക്കുക. ഇത് കേരളമാണെന്ന് വിചാരിക്കുക. ദാ നോക്ക്. ശ്രദ്ധിക്കൂ. നമ്മൾ ഇവിടെ പറഞ്ഞു തീരപ്രദേശം, നമ്മൾ ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ മലനാട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് വരുന്ന ആളാണ് ആര്? നമ്മുടെ ഈ ഇടനാട് എന്ന് പറയുന്നത്. കണ്ടോ, ഇടനാട് സ്ഥിതി ചെയ്യുന്നത്, ഇടനാടിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മലനാടാണ്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ തീരപ്രദേശം. അപ്പൊ അത് പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഈ ഒരു പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും കേട്ടോ. കിഴക്ക് ഭാഗത്ത് മലനാട്, പടിഞ്ഞാറ് ഭാഗത്ത് തീരപ്രദേശം. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഈ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്ന ഭൂപ്രകൃതിയാണ് ഈ ഇടനാടെന്ന് പറയുന്നത്. ചെറിയ കുന്നുകൾ കാണും, താഴ്വരകൾ കാണും, നദീതടങ്ങൾ കാണും. നദീതടങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? തൽക്കാലം ഇപ്പൊ ഞാൻ പറയുന്നില്ല. നമുക്ക് നദി എടുക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയണം. അതുകൊണ്ട് ഞാൻ ഇത് അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. ഇവിടെ പറഞ്ഞ് വെറുതെ സമയം കളയുന്നത് എന്തിനാ കേട്ടോ. അപ്പൊ ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും, റിവർ ബേസിനുകൾ എന്ന് പറയും കേട്ടോ. നദീതടങ്ങളൊക്കെ കാണപ്പെടുന്നത് ഇവിടെയാണ്. അപ്പൊ ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങൾ. കേരളത്തിലെ ഏറ്റവും വിളവൈവിധ്യമുള്ള പ്രദേശം. കൂടുതൽ ഇവിടെ നമ്മളിവിടെ വിളകൾ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യും? കൃഷി ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ കൃഷി ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ കുറച്ചൊക്കെ പറഞ്ഞു നിർത്തിയുള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് വിളവൈവിധ്യമുള്ള പ്രദേശമാണ് ഈ ഇടനാടെന്ന് പറയുന്നത്. ദാ നോക്കിക്കേ. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, മരിച്ചിനി. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, മരിച്ചിനി. കമുക്, റബ്ബർ, കാപ്പി, കുരുമുളക്, കശുവണ്ടി, ഗ്രാമ്പു, പച്ചക്കറി. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. ഇതൊക്കെ ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലുള്ളതല്ലേ? നിങ്ങൾ ആലോചിച്ചത്, നെല്ലുണ്ട്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, മരിച്ചിനി, കമുക്, റബ്ബർ, കാപ്പി, കുരുമുളക്, കശുവണ്ടി, ഗ്രാമ്പു, പച്ചക്കറി എല്ലാം ഇവിടെ ഉള്ളതാ. കണ്ടോ? അത്രേ ഉള്ളൂ നമ്മൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ. ഇടനാട് കേട്ടോ, ഇടനാട്. അത്രേ ഉള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യൻ പറയാം. കുറച്ച് പറയാം. ഇവിടെ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി ഏതാണെന്ന് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് അത് ഈ നമ്മുടെ ഏതാണ്? ഇടനാടാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി ഇടനാട് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, 20ാം നൂറ്റാണ്ടിന്റെ ഇപ്പം പറയാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉള്ളതാണ് കേട്ടോ. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടർ ആണ്. ആദ്യത്തെ 25 വർഷം കേട്ടോ. 20ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 25 വർഷങ്ങൾ 1901 മുതൽ 25 വരെയുള്ള കാലഘട്ടം കേട്ടോ. 1900 മുതൽ 25 വരെയുള്ളതാണ് 25 വർഷങ്ങൾ. ഇടനാട്ടിലെ റബ്ബർ കൃഷി വ്യാപകമായി ചെയ്യാൻ തുടങ്ങിയത് ഈ സമയത്താണ്. 20ാം നൂറ്റാണ്ടിന്റെ. നിങ്ങളെ സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവുണ്ടോ? ഓക്കെ, ശ്രദ്ധിച്ച്
20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിലാണ് ഇഴനാട്ടിൽ എന്ത് കൃഷി ആരംഭിക്കാൻ തുടങ്ങിയത്? റബ്ബർ കൃഷി ആരംഭിക്കാൻ തുടങ്ങിയത്. നോക്കിയോ, ഇതിന് മുന്നേ ചെയ്തിരുന്നത് കിഴങ്ങ് വർഗം, പച്ചക്കറി, ഏത്തവാഴ. വേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയൊന്നും ഇല്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. ഒന്ന് പേര് എന്റെ കൂടെ പറഞ്ഞേ. ജോൺ ജോസഫ് മർഫി. പറഞ്ഞേ, ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി. അദ്ദേഹം ഒരു അയർലൻഡുകാരനാണ്. അയർലൻഡുകാരൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടമൊക്കെ എവിടെയുള്ളതാ? സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ്. അതുകൊണ്ട് ഇട്ടേക്കുന്നേ ഉള്ളൂ. ജോൺ ജോസഫ് മർഫി. പറ, ജോൺ ജോസഫ്. അപ്പൊ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. പിന്നെ മലനാട് എവിടെ കാണപ്പെടുന്നു? കിഴക്കാണ്, പടിഞ്ഞാറാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു വേണം. പിന്നെ ഇടനാട് ഏതിന്റെ ഇടയ്ക്കാണ്? ആ കാര്യങ്ങൾ ഓർമ്മിക്കണം. പെർസെന്റേജുകൾ ഓർമ്മിക്കണം. നമ്മൾ പറഞ്ഞ പെർസെന്റേജ് ഓർമ്മിക്കണം. പിന്നെ ആ ഹൈറ്റുകൾ ഓർമ്മിക്കണം. 7.5 വരെ, 7.5-നും 75 മീറ്ററിന് ഇടയിൽ, 75 മീറ്ററിൽ കൂടുതൽ ഓർമ്മിച്ചു വേണം കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഈ ക്വസ്റ്റ്യൻ, ഇതെല്ലാം സ്കൂൾ ടെക്സ്റ്റ് ആണ് കേട്ടോ, എല്ലാം സ്കൂൾ ടെക്സ്റ്റ് ആണ്. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട്, ഏന്തയാർ, അത് തന്നെയാണ് അനിത, കറക്റ്റ്. ജോൺ ജോസഫ് മർഫി. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വെച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജോൺ ജോസഫ് മർഫി. അദ്ദേഹം എവിടെയാ കൃഷി ആരംഭിച്ചത്? കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ. ഒന്ന് എന്റെ കൂടെ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാർ. കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് ഏന്തയാറിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ റബ്ബർ കൃഷി ആരംഭിക്കുന്നു. റബ്ബർ കൃഷി ആരംഭിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാം, റബ്ബറുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. റബ്ബർ ബോർഡ് കോട്ടയം പഠിച്ചു മാറ്റണം കേട്ടോ. ഇതൊക്കെ പഠിച്ചു മാറ്റുക. റബ്ബർ ബോർഡ് കോട്ടയം, റബ്ബർ ബോർഡ് കോട്ടയം, റബ്ബർ ബോർഡ് കോട്ടയം. അതുപോലെ മറ്റൊരു സ്ഥാപനം വീണ്ടും കോട്ടയത്ത് വരുന്നുണ്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പൊ റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. എന്നെ കൂടെ ഒന്ന് പറഞ്ഞേ. റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ആ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവിന്റെ പേര് നോക്കാതെ പറഞ്ഞേ, 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 പറഞ്ഞേ. ജോൺ ജോസഫ് മർഫി. ഏത് രാജ്യക്കാരനാണ്? അയർലൻഡുകാരൻ, അയർലൻഡുകാരൻ. അപ്പൊ കോട്ടയത്ത് എന്തൊക്കെ സ്ഥാപനങ്ങൾ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കി. റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ റബ്ബർ പാർക്ക്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് അത് തന്നെയാണ്, ഐരാപുരം. ഐരാപുരം, ഐരാപുരം. ഓക്കെ. അയന, ഷഹാന, A47. എല്ലാരും കറക്റ്റ് കേട്ടോ. ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ, ശ്രദ്ധിക്കൂ. ഐരാപുരം ഇന്ത്യയിലത്തെ റബ്ബർ. അപ്പൊ 3 ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഓർമ്മിച്ചെന്ന് പറഞ്ഞു നോക്കണേ. റബ്ബർ ബോർഡ് കോട്ടയം, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം, ഇന്ത്യയിലാദ്യത്തെ റബ്ബർ പാർക്ക് ഐരാപുരം, എറണാകുളം. ഐരാപുരം, എറണാകുളം. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ചെങ്കൽ മണ്ണ്. പഠിച്ചങ്ങ് മാറ്റുക. ചെങ്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് എന്താണ്? ചെങ്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് എന്തായിട്ട് വരും? പറഞ്ഞേ. ചെങ്കൽ മണ്ണിന്റെ ഇംഗ്ലീഷ് എന്താണ്? A73 പറയുന്നുണ്ട്. ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് സോയിൽ. നമ്മളിപ്പോ ചെങ്കൽ എന്ന് എഴുതുന്നത് ഇങ്ങനെയല്ലേ? ചെങ്കൽ എന്നല്ലേ എഴുതുന്നേ? അപ്പൊ അവിടെ ഒരു എല്ലുണ്ട്, ചെങ്കൽ. ആ എല്ലിൽ തുടങ്ങിയാൽ മതി. ചെങ്കൽ ലാറ്ററൈറ്റ്, ചെങ്കൽ ലാറ്ററൈറ്റ്. അത്രയേ ഉള്ളൂ, ചെങ്കൽ ലാറ്ററൈറ്റ്. അപ്പൊ ഇടനാട്ടിലെ പ്രധാനമായി കാണപ്പെടുന്ന മണ്ണിനെ ചോദിച്ചാൽ ചെങ്കൽ മണ്ണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ ചോദിച്ചാൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ ചോദിച്ചാലും ചെങ്കൽ മണ്ണാണ്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? എക്കൽ മണ്ണ്, എക്കൽ മണ്ണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്കൽ മണ്ണ് എത്ര ശതമാനം ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കമന്റ് ചെയ്തേ. എക്കൽ മണ്ണ് എത്ര ശതമാനം ഉണ്ടെന്ന് പറഞ്ഞു, കമന്റ് ചെയ്തേ. എക്കൽ മണ്ണ് എത്ര ശതമാനം ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ? എക്കൽ മണ്ണ് എത്ര ശതമാനം ഉണ്ടെന്നാ പറഞ്ഞേ? എക്കൽ മണ്ണ് നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നു. ആർക്കറിയാം നോക്കട്ടെ? ആര് പറയാൻ നോക്കട്ടെ? യെസ്, സ്നേഹ പറയുന്നുണ്ട്, A47 പറയുന്നുണ്ട്. കറക്റ്റ് ആണ്. 40%, 40%, 40%. ഓക്കെ, ശരി. കറക്റ്റ് ആട്ടോ. എല്ലാ പേരും പറയാൻ പറ്റുന്നില്ല. A20, ആരതി, ഷഹാന. ഓക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെർസെന്റേജുകളാണ്. 48, 42, 10. പിന്നെ 7.5-ൽ കൂടുതൽ, 75-ൽ കൂടുതൽ, 75-നും 7.5-നും ഇടയിൽ, പിന്നെ 7.5-ൽ താഴെ. അത്രയും പോയിന്റ് ഓർമ്മിക്കണം. ഓക്കെ. പിന്നെ കിഴക്ക് പടിഞ്ഞാറ്, ഏതിന്റെ കിഴക്കാണ് ഏത് വരുന്നത്, അങ്ങനെയുള്ള പോയിന്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ശരാശരി ഉയരം 1200 മീറ്റർ ഓർമ്മിക്കണം. 900 മീറ്ററിന്റെ 2 പോയിന്റുകൾ ഓർമ്മിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. ഇതൊക്കെയാണ് ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. പിന്നെ കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനെ ഓർമ്മിച്ച് വെച്ചേക്കാം. ചെങ്കൽ മണ്ണ് കേരളത്തിലാണ്, ഇടനാട്ടിലും ചെങ്കൽ മണ്ണ് തന്നെയാണ്. അതുപോലെ ഇന്ത്യയിൽ ചോദിച്ചാൽ എക്കൽ മണ്ണിന്റെ കുറച്ച് കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഓക്കെ, ഓക്കെ. തൽക്കാലം ഞാൻ കേരള ജോഗ്രഫിയാണ് എടുക്കുന്നത്. എന്നാലും എന്തെങ്കിലുമൊക്കെ പോയിന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകും കേട്ടോ.
കേരള പറഞ്ഞേ പോകത്തുള്ളൂ, അല്ലാതെ ജസ്റ്റ് വെറും കേരള ജോഗ്രഫി മാത്രം എടുത്ത് പോകത്തില്ല എന്തായാലും. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞേ പോകത്തുള്ളൂ കേട്ടോ. ഇവിടെ നോക്കണം, നമ്മുടെ വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്ന കുന്നുകൾ. നമ്മൾ പറഞ്ഞു, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ആ ഇടനാട്ടിൽ നമ്മൾ കുന്നുകൾ കാണപ്പെടുമെന്ന് പറഞ്ഞു അല്ലെ, ചെറിയ കുന്നുകൾ കാണപ്പെടുമെന്ന് പറഞ്ഞു. താഴ്വരകൾ, ചെറിയ കുന്നുകൾ, താഴ്വരകൾ, നദീതടങ്ങളൊക്കെ കാണപ്പെടുന്നതാണ് ഇവിടെ ഇടനാട് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ കുന്നുകൾ, അത് തന്നെ വിജിത, കറക്റ്റ് ആണ്. ഓക്കെ. നോക്കിയോ, അങ്ങനെ കുന്നുകൾ, ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ചെങ്കൽ കുന്നുകൾ, ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകൾ. ലാറ്ററൈറ്റ് കുന്നുകൾ അല്ലെങ്കിൽ ചെങ്കൽ കുന്നുകളാണ് എവിടെ കാണപ്പെടുന്നത്? വടക്കൻ കേരളത്തിലെ ഇടനാടുകൾ. വടക്കൻ കേരളം അങ്ങോട്ട് കാസർഗോഡൊക്കെ ഓർത്ത് വെച്ചേക്കണം. കാസർഗോഡുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? അങ്ങാടിപ്പുറം അറിയോ? കാസർഗോഡ്, മലപ്പുറം. കാസർഗോഡ് അല്ലല്ലോ കുഞ്ഞുങ്ങളെ. മലപ്പുറത്തുകാരെങ്കിലും ഉണ്ടോ? മലപ്പുറത്തുകാരുണ്ടോ ഇതിനകത്ത്? മലപ്പുറത്തുകാരുണ്ടോ? അങ്ങാടിപ്പുറം അറിയാവോ? A20, അഞ്ജന, യെസ്, മലപ്പുറത്തുകാരുണ്ട്. അഞ്ജിത. ഓക്കെ, ശ്രദ്ധിച്ചേ, ഈ അങ്ങാടിപ്പുറത്ത് ലാറ്ററൈറ്റ് കുന്നുകളുണ്ട്. നിങ്ങൾക്ക് അറിയാന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. മലപ്പുറത്തുകാർക്ക് കറക്റ്റ് അറിയായിരിക്കും. അവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ കല്ലുകളൊക്കെ ഉപയോഗിക്കും. എന്ത് കല്ലെന്ന് ചോദിച്ചാൽ ചുടുകട്ടയൊന്നും അല്ല, ലാറ്ററൈറ്റ് കല്ലുകളാണ് അല്ലേ, വെട്ടുകല്ലെന്ന് പറയും. സാർ മലപ്പുറം ആണെന്ന് വെച്ചാൽ ഞാൻ മലപ്പുറം അല്ല, പക്ഷേ മലപ്പുറവുമായിട്ട് അഭേദ്യമായി ബന്ധമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുകാരനാണ് കേട്ടോ. നോക്കി, ലാറ്ററൈറ്റ് കല്ല് അല്ലെങ്കിൽ വെട്ടുകല്ല് എന്ന് പറയും. വെട്ടുകല്ല് കേട്ടോ, വെട്ടുകല്ല്. ഓക്കെ, ഓർമ്മിച്ചോണം. നല്ല സ്ട്രോങ് ആണ്. അവിടെ ഇത് വെട്ടുകല്ല് വെച്ച് ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും പിന്നെ പൂശേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പൂശുക എന്ന് വെച്ചാൽ ഓരോ 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 ജില്ലയിൽ ഓരോ ഭാഷയാണ് കേട്ടോ. നോക്കിയോ. ശ്രീലക്ഷ്മി, എനിക്ക് മനസ്സിലായി. ശ്രീലക്ഷ്മി ആരാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. പോങ്ങുമൂടാണ് കേട്ടോ. ഓക്കെ. ശ്രദ്ധിക്കൂ. എന്താ പറഞ്ഞു വന്നല്ലോ? സിമെന്റ് പൂശുക, അത് അങ്ങനത്തെ ഭാഷ ഇവിടെ ഉണ്ട് കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ പറയും. ശ്രദ്ധിക്കൂ. ഇതെന്താണ് ഈ അന്തം വിടുന്നത്? എങ്ങനെ മനസ്സിലായി എന്നാണോ ഈ ഒരു കണ്ണിങ്ങനെ തള്ളിയത്? ആണോ? എങ്ങനെ മനസ്സിലായി എന്നാണോ? ആണോ? എസിട്ടെ, ആണെങ്കിൽ എസിട്ടെ. യെസ്. ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടില്ലെന്ന്, ക്ലാസ് ഉണ്ടെന്ന് 10 മണിക്ക്. ആ മെസ്സേജ് ഇട്ടിട്ട് ആ മെസ്സേജ് ആരൊക്കെ റീഡ് ചെയ്ത് നോക്കിയപ്പോ ശ്രീലക്ഷ്മി ആര് കണ്ടു. എന്റെ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പോഴാ ഞാൻ അറിയണേ ഈ കോഴ്സിലുള്ള കാര്യം കേട്ടോ. ഓഫ്ലൈൻ ക്ലാസ് എടുക്കാറുണ്ട്. നെയ്ബറാണ് കേട്ടോ, നമ്മൾ അടുത്തുള്ള ആൾക്കാരാ. ഈ ക്ലാസ് കയറുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഞാൻ അറിഞ്ഞേ. ഇമാമ ഇനി ശ്രദ്ധിക്ക്. നോക്ക്. എടേ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. 1851 ഒരു സ്ഥാപനം വരുന്നുണ്ട്. ആ സ്ഥാപനത്തിന്റെ പേരാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്റെ കൂടെ പറഞ്ഞേ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1851. എന്ന് പറഞ്ഞേ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1851. ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ കൊൽക്കത്തയിലാണ് ഏത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓർത്ത് വെച്ചേക്കുക. ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തെന്നറിയാമോ? കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് ഈ മലപ്പുറം ജില്ലയിലുള്ള അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുകളെ പ്രഖ്യാപിച്ചു കേട്ടോ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന വർഷം 1851. എവിടെയാണ് ആസ്ഥാനം എന്ന് വെച്ചാൽ കൊൽക്കത്തയിലാണ്. ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായിട്ട് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്നുകളെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ആദ്യത്തേതാണ്. കേരളത്തിലെ രണ്ടാമത്തെ ജിയോളജിക്കൽ സ്മാരകം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? വർക്കല ക്ലിഫ് എന്ന് പറയണം. വർക്കല ക്ലിഫ്. ക്ലിയർ ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തത് അങ്ങാടിപ്പുറം ലാറ്ററൈറ്റ് കുന്ന്, രണ്ടാമത്തത് വർക്കല ക്ലിഫ്. ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യമില്ലേ?
ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞതെല്ലാം ഓക്കെ ആണെങ്കിൽ ഒന്ന് എത്തിട്ടെ. കുഞ്ഞുങ്ങളെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു കാര്യം കൂടി. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ ഈ എസ് ഒക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ഈ മെസ്സേജുകളെ, നമ്മൾ അയക്കുന്ന മെസ്സേജുകളെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കുക, കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇമോജി അതിന്റെ കൂടെ, കേട്ടോ, ഇതുപോലെയുള്ള ഇമോജികളൊക്കെ അതിന്റെ കൂടെ ഇടാം. എസ് ഇടുമ്പോൾ അതിന്റെ കൂടെ ഒരു തിരിച്ചുകൊണ്ടൊരു ഇമോജി ഇടാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും, അല്ലേ? കണ്ണാടി വെച്ച് ഇട്ടാലും കുഴപ്പമില്ല. A19. ഓക്കെ ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ച്. A20, A74, AK47 എല്ലാം ഉണ്ട് ഇവിടെ. സ്നേഹ, പ്രീത, അഞ്ജന, അപർണ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ. സൂരജ് ഓക്കെ, അനിത ഓക്കെ. ഇനി ശ്രദ്ധിച്ച് തീരപ്രദേശം. ഇതാ നോക്ക്, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ പോയിന്റാണ്. 10% AK47. പിന്നെ A47 എന്ന് കാണുമ്പോൾ ഞാൻ പിന്നെ A47 എന്ന് കണ്ടാൽ നമുക്ക് AK47 എന്ന് വിളിക്കാൻ തോന്നും, നോർമൽ, കേട്ടോ. ശ്രദ്ധിക്കുക, എടാ നോക്ക്, തീരപ്രദേശത്ത് നമുക്ക് തെങ്ങും നെല്ലൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. തെങ്ങും നെല്ലും ഒക്കെയാണ് തീരപ്രദേശത്ത്. പോട്ടെ. ഇനി വിളിക്കൂല കേട്ടോ, A47 എന്ന്. എല്ലാരും അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും വിളിക്കത്തില്ല, കേട്ടോ. എല്ലാരും അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും. തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കാം. തെങ്ങ്, നെല്ല്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇങ്ങനെ നോക്ക്, തെങ്ങ്, നെല്ല്. തീരപ്രദേശം തീരപ്രദേശത്തുള്ള ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. കണ്ടോ, തീരപ്രദേശങ്ങളിലെ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. തീരപ്രദേശത്ത് എന്തായാലും എക്കൽ മണ്ണ് ഉണ്ടെങ്കിൽ അതിന് ഉപ്പ് രസം കാണും. കാരണം തീരപ്രദേശമല്ലേ, കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. ആ ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ്. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ് ആണ്. തീരപ്രദേശത്തുള്ള ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് തെങ്ങ് കൃഷിക്കും. താഴ്ന്ന ഇടം, നല്ല താഴ്ന്ന, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങൾ, നമ്മുടെ കുട്ടനാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് കൃഷിയാ ചെയ്യുന്നേ? ഒന്ന് കമന്റ് ചെയ്തേ. കുട്ടനാട്ടിലൊക്കെ എന്ത് കൃഷിയാ ഉള്ളേ? അപ്പൊ താഴ്ന്ന ഇടങ്ങളിൽ കാണപ്പെടുന്ന എക്കൽ മണ്ണ് നമുക്കറിയാം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അത്രേ ഉള്ളൂ. തീരം, ഉപ്പുരസം, അത്രേ ഉള്ളൂ. നെൽകൃഷിക്ക് അനുയോജ്യമാണ്, കണ്ടോ. അപ്പൊ തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽ മണ്ണ് കൃഷിക്കും, താഴ്ന്ന ഇടങ്ങളിലെ എക്കൽ മണ്ണ് നെൽകൃഷിക്കും അനുയോജ്യമാണ്. അതങ്ങ് പഠിച്ചു മാറ്റുക, കേട്ടോ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ പഴഞ്ചൊല്ലുകൾ വെറുതെയാണ്. അതായത് വെറുതെ എന്നല്ല, ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള പോയിന്റ് ആണ്, വെറുതെ ഓർത്ത് വെച്ചാൽ മതി. ഇതെന്താണ്, ചിലപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പരീക്ഷ, നിങ്ങളിപ്പം LD ടൈപ്പിസ്റ്റ് എന്ന് തന്നെയില്ല, വേറെ ക്ലർക്ക് ടൈപ്പിസ്റ്റോ, നിങ്ങൾ LD പരീക്ഷകളോ വേറെ PSC പരീക്ഷ എഴുതുമല്ലോ നിങ്ങൾ. ഈ ഒരു ഇത് മാത്രമല്ലല്ലോ, ടൈപ്പിസ്റ്റിന്റെ മാത്രമല്ല എഴുതുന്നത്, ഏത് വേണേ എഴുതാമല്ലോ. അപ്പൊ ഇതിപ്പം മലയാളത്തിൽ, നമുക്ക് മലയാളം ഉണ്ട്, മലയാളത്തിൽ തന്നെ വേണമെങ്കിൽ ചോദിക്കാം. ഈ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, വെറുതെ. ഇതിൽ കുംഭത്തിൽ മഴ പെയ്താൽ ഡാഷിലും മാണിക്യം, അവിടെ ഫില്ല് ചെയ്യാനൊക്കെ വെറുതെ ചോദ്യം വരാം. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. കുംഭത്തിൽ നട്ടാൽ കുടത്തോളം ചേന, മീനത്തിൽ നട്ടാലോ മീൻ കണ്ണിനോളം, തിരിമുറിയാതെ തിരുവാതിര ഞാറ്റുവരെ. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഇങ്ങനെയാണെന്ന്, കേട്ടോ. വെറുതെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോക്ക്, വീണ്ടും ടെക്സ്റ്റിനകത്തുള്ള ഒരു പോയിന്റ് ആണ്. ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് VFPCK. ഒന്ന് പറഞ്ഞു തന്നെ, VFPCK പറഞ്ഞു നോക്ക്. VFPCK എന്താന്ന് ചോദിച്ചാൽ വെജിറ്റബിൾ ആൻഡ് V ഉണ്ട്, F ഉണ്ട്. അപ്പൊ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. എന്തിനു വേണ്ടിയാണ് വന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് പറയാൻ പറ്റുമോ? ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് VFPCK. എന്താണ് VFPCK? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. അത്രേ ഉള്ളൂ. അതങ്ങ് പഠിച്ചു മാറ്റുക. കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും പറയുന്നു, ആവശ്യമുള്ള പോയിന്റുകൾ, ശതമാനങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ആ ഹൈറ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് 7.5 ആ മീറ്ററുകൾ പറഞ്ഞല്ലോ, ആ കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ ഹൈറ്റ് പറഞ്ഞത് 1200, 900, ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ എന്തോന്ന് പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഈ കിടക്കുന്ന ഈ ജിയോളജി സർവേ ഓഫ് ഇന്ത്യ വന്ന വർഷം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചേക്കണം. ലാൻഡ് കുന്നും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഇന്ത്യയിലും കേരളത്തിലും എല്ലാം ഓർത്ത് വെച്ചേക്കണം. പിന്നെ നമ്മൾ ഈ സ്ലൈഡിൽ കാണപ്പെടുന്ന ഈ സാധനങ്ങൾ, റബ്ബർ ബോർഡ്, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്
ഇന്ത്യയിലെ ആദ്യത്തെ പാർക്ക്, മലനാട്ടിൽ കാണപ്പെടുന്ന ഇടനാട്ടിൽ കാണപ്പെടുന്ന മണ്ണ് കേട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ പേര് ജോൺ ജോസഫ് മർഫിയുടെ കാര്യം ഓർത്ത് വെച്ചേക്കണം. ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള പ്രദേശം ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഈ കാര്യം മലനാട്ടിലെ കൃഷിക്ക് അവിടെയുള്ള വിളകൾക്ക് അനുയോജ്യമായത് എന്തെന്ന് ചോദിച്ചാൽ താപനില 30 താഴെ, ധാരാളം ലഭിക്കുന്ന മഴ, തീർവാശമുള്ള മണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. മതി, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉള്ളൂ. നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞു നമ്മള്. പക്ഷെ ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്. ഇത്രയും പഠിച്ചതിന് ശേഷം ബാക്കിയുള്ളത് പഠിക്കുക സമയം കിട്ടുമ്പോൾ കേട്ടോ. സമയം കിട്ടും പോലെ പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോളൂ. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം. കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഇൽമനൈറ്റ്, മോണോസൈറ്റ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ക്ലിയർ അല്ലേ? ഇൽമനൈറ്റും മോണോസൈറ്റ്. ഓക്കെ, ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ഓക്കെ അല്ലേ? ഇൽമനൈറ്റ്, മോണോസൈറ്റ്. ക്ലിയർ? ഒറ്റ സെക്കൻഡ്. ഇടയ്ക്ക് സ്ക്രീനിൽ ഒരു കറുപ്പ് വന്നില്ലേ? ആ കറുപ്പിനെ നമുക്ക് പറഞ്ഞയക്കണ്ടേ? നമുക്ക് ആ കറുപ്പ് വേണ്ടല്ലോ. അല്ലെ? കറുപ്പിനെ പറഞ്ഞയച്ചു. കറുപ്പ് അങ്ങ് പോട്ടെ കേട്ടോ. ഇൽമനൈറ്റ്, മോണോസൈറ്റ് ഓർത്ത് വെച്ചേക്കാം. കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം നിങ്ങൾക്ക് അറിയാം, 580 കിലോമീറ്റർ. പഠിച്ചു വച്ചതല്ലേ നിങ്ങള്? അറിയാതെ കടന്നു വന്ന അതിഥി, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലല്ല, ഞാൻ എന്താ ചെയ്തിട്ട് വന്നതാ, അറിയാതെ കടന്നു വന്നതല്ല. ഇതാ നോക്കേടാ, ഇങ്ങോട്ട്. കേരളത്തിലെ തീരപ്രദേശ ദൈർഘ്യം 580 കിലോമീറ്റർ. പഠിച്ചു മാറ്റുക. കേരളത്തിന്റെ കടൽ തീരം, അതായത് ഇതിപ്പോ നമ്മുടെ കേരളമാണെങ്കിൽ ഈ സൈഡിൽ കൂടെ നമ്മൾ പോകുമ്പോൾ കേരളത്തിന്റെ തീരപ്രദേശം എത്രയെന്ന് ചോദിച്ചാൽ 580 കിലോമീറ്റർ. പക്ഷെ ഫിഷറീസിന്റെ വെബ്സൈറ്റിനകത്ത് ഈ കാണുന്ന ഒരു സംഖ്യ 589.5, അല്ലെങ്കിൽ അതിനെ റൗണ്ട് ആക്കി 590 എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പഠിക്കാനുള്ളത് കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം 580 കിലോമീറ്റർ അല്ലെങ്കിൽ 589.5 കിലോമീറ്റർ എന്നങ്ങ് പഠിച്ചു വരിക. അത്രേ ഉള്ളൂ, അത് അത്രേ ചെയ്യാനുള്ളത്. ഓക്കെ. ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. നോക്ക്, കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം, അതായത് വടക്ക് നിന്നും തെക്കോട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ ലെങ്ത് എത്രയാണ്? അപ്പൊ ചോദ്യം എങ്ങനെ വരും? കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്ര വെച്ച് നിങ്ങൾ കമന്റ് ചെയ്തേ. അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തേ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 50ഓ? പറയുന്നുണ്ട്, കുറെ പേര് പറയുന്നുണ്ട്. നേഹ പറയുന്നുണ്ട്, സുരേഷ് പറയുന്നുണ്ട്. 560 കിലോമീറ്റർ. കണ്ടോ? 560. അപ്പൊ 560ഉം 580ഉം തമ്മിൽ തിരിഞ്ഞു പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരെങ്കിലും കാണും. ഏതാണ് കടൽ തീരമെന്നും ഏതാണ് തെക്ക് വടക്ക് ദൂരം ചിലപ്പോൾ മാറിപ്പോകുന്നവർ കാണും. അങ്ങനെ ഉള്ളവർ മാത്രം ഒന്ന് എത്തിട്ടെ. ഉണ്ട്. പക്ഷെ ഇനി തിരിഞ്ഞു പോകില്ല. ഇനി ഒരിക്കലും തിരിഞ്ഞു പോകില്ല. ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ നോക്കിയേ. ഈ കേരളത്തിന്റെ സൈഡിൽ കൂടി, ഈ കടൽ തീരം ഉള്ള സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ കടൽ തീരം? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? ഒരിക്കലും അല്ല. കടൽ തീരം ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ കയറി ഇങ്ങനെയൊക്കെയല്ലേ കടൽ തീരം പോകുന്നേ, അല്ലേ? പക്ഷേ തെക്ക് വടക്ക് ദൂരം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? സ്ട്രെയിറ്റ് ലൈനാണോ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ലൈനിനാണോ ലെങ്ത് കൂടുതൽ ഉണ്ടാവുക?
ഫോർ എക്സാമ്പിൾ എ തൊട്ട് ബി വരെയുള്ള ഒരു ലൈൻ. ആ ലൈനിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു, വളഞ്ഞു പൊളഞ്ഞു വരച്ചു. ഇതിൽ ഏതിനായിരിക്കും ദൂരം കൂടുതൽ? ഏത് ലൈനിന് ദൂരം കൂടുതൽ? ഈ വളഞ്ഞു പൊളഞ്ഞു പോകുന്നതല്ലേ. അപ്പൊ വളഞ്ഞു വളഞ്ഞു പോകുന്നതാണ് എന്ത്? കടൽ തീരം. സിമ്പിൾ. അതിനാണ് കൂടുതൽ. 580 എന്ന് പറഞ്ഞാൽ കടൽ തീരം. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ കുറവായിരിക്കും, 560. മനസ്സിലായെങ്കിൽ ഒന്ന് ഇമോജി വെച്ച് എസിട്ടെ. വിത്ത് ഇമോജി എസിട്ടെ. വിത്ത് ഇമോജി ഒന്ന് എസിട്ടെ. വിത്ത് ഇമോജി എസിട്ടെ. യെസ്. അപ്പൊ ഇനി മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ട് മാർക്കും കിട്ടണം. മാർക്ക് അടിച്ചിട്ട് എന്നെ ഓർമ്മിക്കാൻ വേണം. അപ്പൊ അവിടെ കേട്ടല്ലോ? ശരി. സെറ്റ് അത് തന്നെ. ആദിത്യ, A74, രേഷ്മ. ഇനി വന്നേ. ഇനി വേറൊരു കാര്യം. ഇനി ശ്രദ്ധിച്ചോ. കടൽ തീരമുള്ള അടിച്ച് കയറുക. പിന്നല്ല, നെയിം എന്താ സാർ? നെയിം അഭിരാം. ABHIRAM, അഭിരാം. കേട്ടോ? നോക്കിക്കോ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. കേരളത്തിലെ ആകെ ജില്ലകളുടെ എണ്ണം 14. ആ 14 ജില്ലകളിൽ 9 ജില്ലകൾക്കും എന്തുണ്ട്? കടൽ തീരമുണ്ട്. 9 ജില്ലകൾക്കും കടൽ തീരമുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കാനുള്ള പോയിന്റ്, ഈ 9 പഠിക്കുമ്പോൾ അതിന്റെ കൂടെ അങ്ങ് പഠിക്കുക, കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലയുടെയും ഇന്ത്യയിൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെയും എണ്ണം 9. 9 ആണ്. കേരളത്തിൽ 9 ജില്ലകൾക്ക് കടൽ തീരം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? യെസ്. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾക്കും കേരളത്തിലെ 9 ജില്ലകൾക്കും കടൽ തീരമുണ്ട്. ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കേരളത്തിലെ 9 ജില്ലകളെ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കടൽ തീരം ഇല്ലാത്ത 5 ജില്ലകളെ പഠിക്കുന്നത്. അല്ലേ? 9 ജില്ലകളെ പഠിക്കാൻ പാടല്ലേ? നമുക്ക് 5 എണ്ണം പഠിച്ചാൽ പോരെ? 5 ജില്ലകൾക്ക് കടൽ തീരം ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഒറ്റ മെസ്സേജിൽ കമന്റ് ചെയ്യണം. ഒറ്റ മെസ്സേജിൽ കോമയിട്ട് ഷോർട്ട് ആക്കി ആ 5 ജില്ലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ആർക്കറിയാൻ നോക്കട്ടെ. ഒന്ന് പറഞ്ഞേ. കമന്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. മിടുക്കി അപർണ. മിടുക്കി കേട്ടോ. മിടുക്കി. പാപ ഇവ കോ. എന്താണ്? കോഡാണോ? കൊള്ളാലോ. പാലക്കാട്, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കോട്ടയം. പാപ ഇവ കോ. കൊള്ളാം. കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ ഇനി കമന്റ് ചെയ്യണ്ട. നിങ്ങൾ സമയം താമസിക്കും. എന്റെ കയ്യിൽ ഒരു കോഡുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ. എന്റെ കയ്യിൽ ഒരു കോഡുണ്ടല്ലോ, ഞാൻ പറയട്ടെ. കോഡ് പറയട്ടെ. ഇതിനകത്ത് കോട്ടയംകാരുണ്ടോ? ഈ PP വാങ്ങാൻ കൊള്ളാം. അതൊരു പഴയ കോഡാണ്. അങ്ങനെ ഒരു കോഡുണ്ട് കേട്ടോ. അത് കൊള്ളാം. കോട്ടയംകാരുണ്ടോ? കോട്ടയംകാരെ നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കോട്ടയത്തൊരു പത്തായമുണ്ട്. പത്തായം. ആ പത്തായത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്ത് എന്ന് ഓർമ്മിച്ചാൽ മതി. പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്ത്. കോട്ടയത്തൊരു പത്തായം ഉണ്ട്, അതിനകത്ത് പലതും പത്തായത്തിലിട്ട് വെക്കാം. പലതും പാലക്കാട്, പത്തായത്തിൽ പത്തനംതിട്ട, ഇട്ട് ഇടുക്കി, വയ്ക്കാം വയനാട്. കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ കോട്ടയം തന്നെ. പലതും പത്തായത്തിലിട്ട് വെക്കാം കോട്ടയത്ത്. ആവശ്യമുള്ളവർക്ക് എടുക്കാം. അല്ലെങ്കിൽ ഈ PP വാങ്ങാൻ കൊള്ളാം. ഇപ്പൊ ആരോ കമന്റ് ചെയ്തു, പേര് ഓർമ്മയില്ല. ഈ PP വാങ്ങാൻ കൊള്ളാം. അത് നല്ലൊരു കോഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തോ. PP ഊതാനാണോ ഇഷ്ടമെങ്കിൽ PP എടുത്തോ കേട്ടോ. പത്തായത്തിലിട്ട് വെക്കാനാണെങ്കിൽ അത് എടുത്തോണം കേട്ടോ. ശ്രദ്ധിക്കൂ. കടൽ തീരം ഇല്ലാത്ത ഏക കോർപ്പറേഷൻ ഓർത്ത് വെച്ചേക്കുക, തൃശ്ശൂരാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ എന്തില്ല? കടൽ തീരമില്ല. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ. ഓക്കെ. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഈ PP വാങ്ങാൻ കൊള്ളാന്നുള്ളത് ചിലപ്പം എന്ന് പറയുമ്പോൾ കൊല്ലം ചിലപ്പോൾ അതിനകത്ത് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തൽക്കാലം പഠിക്കണ്ട. പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് എന്തായാലും തിരിഞ്ഞു പോകും. പുതിയ ആൾക്കാർ തൽക്കാലം അത് എടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ മതി പലതും പത്തായത്തിലിട്ട് വെക്കാൻ കോട്ടയത്ത്. കാരണം അതിനകത്ത് ഒന്നും തിരിഞ്ഞു പോകും. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കണ്ണൂർ.
അങ്ങനെയാണ് ഈ ചോദ്യം. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്ത്. കറക്റ്റ് ആണ്. A74, A47, A20. എല്ലാരും പറയുന്നത് രൂപിമ, അനിത, രജിത, നസിയ എല്ലാരും പറയുന്നത് കറക്റ്റാണ്. ഗുജറാത്ത് കേട്ടോ. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. കടൽത്തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ചേർത്തല ആലപ്പുഴയിലാണ്. അപ്പൊ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ, താലൂക്ക് ചേർത്തല ആലപ്പുഴ. പഠിച്ചങ്ങ് മാറ്റുക. ഏറ്റവും കുറവുള്ളത് കൊല്ലത്താണ്. കടൽത്തീരം ഏറ്റവും കൊല്ലത്താണ്. അപ്പൊ കടൽത്തീരം കൂടുതലുള്ളത് കണ്ണൂർ, അതുപോലെ സംസ്ഥാനം ഗുജറാത്ത്. കടൽത്തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണെന്ന് കമന്റ് ചെയ്തേ. കടൽത്തീരം ഏറ്റവും, നിങ്ങൾ ആരും ഇമോജി ഇടുന്നില്ല കേട്ടോ. ഇമോജി തോന്നുന്നത്. കടൽത്തീരം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഗോവ. അത്രേ ഉള്ളൂ. ഗോവ. കൂടുതൽ ഗുജറാത്ത്, കുറവ് ഓർത്ത് വെച്ചേക്കും. ഓക്കെ. കേരളത്തിന്റെ കടൽത്തീര ദൈർഘ്യം 580 കിലോമീറ്റർ. ഇന്ത്യയുടെ കടൽത്തീര ദൈർഘ്യം എത്രയാ? ഇന്ത്യയുടെ കടൽത്തീരയാണ്. പറഞ്ഞേ നാസിയ, പറഞ്ഞേ ചകന, പറഞ്ഞേ A74 പറഞ്ഞേ, ജിൽന പറഞ്ഞേ, സ്നേഹ 20 എല്ലാരും പറഞ്ഞ. ഇന്ത്യയുടെ കടൽ ദൈർഘ്യം എത്രയാ? 16.6 കിലോമീറ്റർ എന്ന് പറയണം. 75.16.6 അല്ലെങ്കിൽ 75.17 പറയാം. 75.17 കേട്ടോ. 75.16.6 അല്ലെങ്കിൽ 75.17 ഓർത്ത് വെച്ചേക്കാം. അപ്പൊ കേരളത്തിന്റെ കടൽത്തീരം 580 അല്ലെങ്കിൽ 589.5. ഇന്ത്യയുടെ 75.16.6 ചോദിക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ. A47ഉം A74 കമ്പനിയാണോ? എത്ര ടൈം ക്ലാസ് ഞാൻ 11:15 എനിക്ക് കുഞ്ഞുങ്ങളെ ക്ലാസ്. ഇപ്പൊ പശ്ചിമഘട്ടത്തിന്റെ ഒരു ഹെഡിങ് വരുവേ. പശ്ചിമഘട്ടത്തിന്റെ ഒരു ഹെഡിങ് വരും. ആ ഹെഡിങ്ങിന് മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ പറയാം. പശ്ചിമഘട്ടത്തിന്റെ ഹെഡിങ്ങിന് മുന്നേ ഉള്ള കാര്യങ്ങൾ വരെ നമുക്ക് പറയാം. നോക്കട്ടെ. ആ പശ്ചിമഘട്ടം, ഇത് പശ്ചിമഘട്ടം എത്തി. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു സ്ലൈഡും കൂടെ പറയാൻ നമുക്ക് നിർത്താം. നമ്മൾ തുടക്കത്തിൽ കുറെ ടൈം പോയില്ലേ ചുമ്മാ. അതുകൊണ്ട് കേട്ടോ. പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ നമ്പർ മാച്ച് അല്ലേ? പിന്നെ അല്ലാതാ. അതെ. കുഞ്ഞുങ്ങളെ ഇരിക്കുമല്ലോ അല്ലേ? നിങ്ങൾ ഇരിക്കുവോ? ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റും കൂടെ 10 മിനിറ്റ് കൂടി വേണ്ടേ? ഉറക്കം വരുന്നുണ്ടോ? അടുത്ത ദിവസം എടുക്കാം. എന്തായാലും നമുക്ക് നഷ്ടപ്പെട്ട സമയമൊക്കെ നമ്മൾ തിരിച്ച് വീണ്ടെടുത്തു. ഇരിക്കാലോ. പിന്നെ കമാൺ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലം, കൂടുതൽ കണ്ണൂർ, കുറവ് കൊല്ലം, കൂടുതൽ താലൂക്ക് ചേർത്തല. അത്രേ ഉള്ളൂ. ഇതാ നോക്ക്. കുറച്ചുകൂടെ ഉള്ളു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. മുഴുപ്പിലങ്ങാട് കണ്ണൂരാണ്. സാറ് പഠിപ്പിക്കിരിക്കാം. പിന്നല്ല സൂരജ്, നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചുകൂടെ പിക്ചേഴ്സ് ആക്കുമോ? ഉറപ്പായിട്ടും പിക്ചർ ആഡ് ചെയ്യാടോ. പിക്ചർ ആഡ് ചെയ്യാം. സെറ്റ് ആക്കി തരാം അടുത്ത ക്ലാസ്സിൽ. പിക്ചർ ആഡ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും കേട്ടോ. മുഴുപ്പിലങ്ങാട് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് കണ്ണൂർ. ഓക്കെ. അത് കേരളത്തിലേക്ക് ഡ്രൈവിൻ ബീച്ചും അത് തന്നെയാണ്. ഡ്രൈവിൻ ബീച്ച് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അത് തന്നെയല്ലോ ഡ്രൈവിൻ ബീച്ച്. എല്ലാ ബീച്ചുകളിലും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓർത്ത്. അപ്പൊ ഡ്രൈവിൻ ബീച്ച്, കേരളത്തിലേക്ക് ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. നമുക്കറിയാം കണ്ണൂരാണ്. അതുപോലെ കേരളത്തിലെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ആലപ്പുഴ. അപ്പൊ എന്റെ കൂടെ ഒന്ന് ഈ ചോദ്യങ്ങളൊക്കെ കാണാതെ പറയണം. പറഞ്ഞേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് കണ്ണൂർ. പറഞ്ഞേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് കണ്ണൂർ. അതുപോലെ അടുത്ത പോയിന്റ്, കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട്. ഡ്രൈവിൻ ബീച്ച് അപ്പൊ ഏറ്റവും നീളം കൂടിയതും ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാടാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ബീച്ച് ചോദിച്ചാൽ ആലപ്പുഴ എന്ന് പറയണം. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എന്ന് ചോദിച്ചാൽ മുനക്കൽ ഡോൾഫിൻ ബീച്ച്, അഴീക്കോട്, തൃശ്ശൂർ അഴീക്കോടുള്ള മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ്. ഇവിടെ ഡോൾഫിന് ചാടാറുണ്ടല്ലോ. ഡോൾഫിൻ ഇങ്ങനെ വന്നിട്ട് താന്നു പോകും. കാണാൻ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഒന്ന് എത്തിട്ടെ. കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇമോജി ഇട്ടെ. കാണാൻ പോയിട്ടുള്ളവരൊന്ന് ഇമോജി ഇട്ടെ. ഇമോജി. മുസിരിസ് ഡോൾഫിൻ ബീച്ച് എന്നും അറിയപ്പെടുന്നു
കേട്ടോ. മുസിരിസ് സ്ഥലത്തിന്റെ പേര് മുസിരിസ് ഡോൾഫിൻ ബീച്ച് എന്നറിയപ്പെടുന്നു. ആ A20 ഞാൻ പോയിട്ടുണ്ട്. എടാ 2 A20 ഉണ്ട്. അല്ല ഒരാൾ തന്നെ അല്ലേ കാണാൻ പോകണം കേട്ടോ. അത് എപ്പോഴും ഡോൾഫിൻ ചാടില്ല. ഡോൾഫിൻ ഉണ്ട് അവിടെ എന്തായാലും ഡോൾഫിൻ. അവിടെ അടുത്ത് കാണാൻ പോവും. ഡോൾഫിൻ ചാടാറുണ്ട് ഡോൾഫിൻ. അടുത്തുള്ളവരാണോ? തൃശ്ശൂർ കോഴിക്കോടൊക്കെ ഉള്ളവർ കാണാൻ പോണം കേട്ടോ. ഉറപ്പായിട്ടും കാണാൻ പോണം. സമയം എനിക്കറിയത്തില്ല. അവിടെ ചെന്നാൽ അന്വേഷിച്ച് അറിയാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ ഇന്ന സമയത്ത്. A20 ക്യാമ്പറിനില്ല പിന്നല്ലാതെ. ഓക്കെ, A20യുടെ പേരെന്താ? നെയിം A20 നെയിം എന്താ? വിമലേഷ്. A20യുടെ അപരന്റെ പേരാണ് വിമലേഷ്. കേട്ടാ, ഓർത്ത് വെച്ചോണം. വാ 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 വാ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഒന്നുമില്ല. ഇനി വേറെ ഒന്നുമില്ല. ഈ കേരള പ്രധാന ബീച്ചുകളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ തീർത്തിട്ട് വേറൊരു ടോപ്പിക് കൂടെ എടുക്കാം. നോക്കിക്കോ. തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും. പാപനാശം, ശംഖുമുഖം, കോവളം തിരുവനന്തപുരമാണെന്ന് കിട്ടും. അപ്പൊ ബാക്കിയുള്ള ജില്ല പഠിക്കണം. പാപനാശം, ശംഖുമുഖം, കോവളം, തിരുവനന്തപുരം. പറഞ്ഞേ, പാപം, ശംഖുമുഖം, കോവളം, തിരുവനന്തപുരം. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്കായിട്ട് വ്യക്തമായിട്ട് പഠിക്കണം. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? തങ്കശ്ശേരി കൊല്ലമാണ്. കൊല്ലം കിട്ടും. ചേറായി, മുനമ്പം കിട്ടുമെന്നാണ് എന്റെ വിശ്വാസം. മുനമ്പം മത്സ്യബന്ധന തുറമുഖം ഏത് ജില്ലയിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്? എറണാകുളമാണ് കേട്ടോ. അപ്പൊ ബീച്ച്, ചേറായി ബീച്ചുകൾ എറണാകുളം. കണ്ടോ. ഇനി ഒന്ന് നിങ്ങൾ ഓർമ്മിച്ച് ചോദിക്കുക. നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള തിരുവനന്തപുരത്ത് ഞാൻ 3 പറഞ്ഞു. ഒന്ന് ഓർമ്മിച്ച് നോക്ക്. പറയേ. പാപനാശം, ശംഖുമുഖം, കോവളം. കൊല്ലത്ത് ഞാൻ പറഞ്ഞ ഏതാ? തങ്കശ്ശേരി. എറണാകുളത്താണെങ്കിലോ ചേറായി, മുനമ്പം. ഇവിടെ കോഴിക്കോടുകാർക്ക് സിമ്പിൾ ആയിട്ട് ക്ലാസ്സുകൾ വ്യക്തമായിട്ട് പഠിക്കുക. ബേപ്പൂർ, മാറാട്, കാപ്പാട്. കണ്ടോ, ബേപ്പൂര്, മാറാട്, കാപ്പാട്. ബേപ്പൂര്, മാറായി, കാപ്പാട്. കേട്ടോ, ബേപ്പൂര്, മാറാട്, കാപ്പാട് ഓർത്ത് വെച്ചേക്കാം. കോഴിക്കോട്. പയ്യാം, ധർമ്മടം, മുഴുപ്പിലങ്ങാട്. ഓരോ ജില്ലക്കാർക്കും ഇതെല്ലാം കിട്ടും കേട്ടോ. മറ്റുള്ളവരാണ് പണിയുള്ളത്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട്. പയ്യാമ്പലം, ധർമ്മടം, മുഴുപ്പിലങ്ങാട് കണ്ണൂരാണ്. കണ്ണൂർ ഓർത്ത് വെച്ചേക്കാം. അതുപോലെ ബേക്കൽ, കാസർഗോഡ്. കാസർഗോഡ്. ഓക്കെ അല്ലേ? നിങ്ങൾ പഠിക്കണം. പഠിച്ചെടുത്താലേ കാര്യമുള്ളൂ കേട്ടോ. ഇനിയിപ്പോ എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഇവിടെ പഠിപ്പിച്ചു പോകാൻ പറ്റും നിങ്ങളെ. പക്ഷെ പഠിപ്പിച്ചു പോയാലും നിങ്ങൾ എന്ത് ചെയ്തില്ലെങ്കിൽ അത് മാറും. ഈ സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? റിവിഷൻ എന്ന് പറയുന്ന സാധനം. കേട്ടോ. 4 കാറ്റഗറിയിലുള്ള ആൾക്കാരെ PSC പരീക്ഷ എഴുതുന്നത്. 4 കാറ്റഗറിയിലാണ് PSC പരീക്ഷ എഴുതുന്നത്. അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞറിയുന്നു, എടാ അതോ ഒരു പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നീ പോയി അപ്ലൈ ചെയ്യണം. അവരെന്ത് ചെയ്യും? അങ്ങനെ അപ്ലൈ ചെയ്യും. അത് പറഞ്ഞറിഞ്ഞ് കൺഫർമേഷനും കൊടുക്കും. ആരോ പറഞ്ഞറിഞ്ഞ് ചില ഡേറ്റും അറിയുന്നു, ഹാൾ ടിക്കറ്റ് എടുക്കുന്നു, പരീക്ഷയ്ക്ക് പോകുന്നു. ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? പരീക്ഷയുടെ 1 മാസം മുന്നേ ഹാൾ ടിക്കറ്റ് ഒക്കെ അപ്ലൈ ഒക്കെ ചെയ്തിട്ട് പരീക്ഷ ഡേറ്റ് വരുമ്പോൾ, ഡേറ്റ് വന്നു എന്ന് പറയുമ്പോൾ 2 മാസത്തിനകത്ത് പരീക്ഷ ഉണ്ടെങ്കിൽ അപ്പോഴിരുന്ന് പഠിക്കും. അങ്ങനെ ആൾക്കാരൊന്നും എന്ത് ചെയ്യുന്നില്ല? ജോലിയിലെത്താൻ പോകുന്നില്ല. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയും രണ്ടാമത്തെ കാറ്റഗറിയും കിട്ടാൻ പോകുന്നില്ല. മൂന്നാമത്തെ ആൾക്കാർ എന്ത് ചെയ്യും? നന്നായിട്ട് പഠിക്കും, സൂപ്പറായിട്ട് പഠിക്കും. നിങ്ങൾ നിങ്ങൾക്കകത്ത് കുറെ കാണുന്നത് പോലെ നന്നായിട്ട് പഠിക്കും. പഠിത്തം എന്ന് പറഞ്ഞാൽ തകർത്തതാണ്. ഫുൾ ടൈം പഠിത്തം. പക്ഷേ പാവം, അവർക്ക് എന്ത് കിട്ടാം? ജോലി കിട്ടില്ല. നാലാമത്തെ കാറ്റഗറിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവരെന്താ ചെയ്യണേ? ഇവർ നന്നായിട്ട് പഠിക്കും. ഈ പഠിച്ചിട്ട് പരീക്ഷയുടെ അവസാന നാള് ഒരു 2 മാസമായിരിക്കും, ചിലപ്പോൾ 1 മാസമായിരിക്കും. അവസാനത്തെ 1 മാസം മതി. അവരെന്ത് മാത്രമേ ചെയ്യൂ? സാധനത്തിന്റെ പേരാണ് ഇതായി കിടക്കുന്നത്, റിവിഷൻ. അത് മാത്രമേ അവർ ചെയ്യൂ. മറ്റവ എന്ത് ചെയ്യും? മൂന്നാമത്തെ കാറ്റഗറിക്കാരെ എന്ത് ചെയ്യും? തകർന്ന് പഠിക്കും. പരീക്ഷ ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവ എന്ത് ചെയ്യും? എന്തെങ്കിലും പുതിയ ഒരു സാധനം കിട്ടിയാലോ, ചോദിച്ചാലോ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് വായിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ച സാധനം മറക്കരുത്. ഒരിക്കലും മറക്കാതിരിക്കാനുള്ള വഴിയാണ് റിവിഷൻ. അതുകൊണ്ട് നന്നായിട്ട് റിവിഷൻ നടത്തണം. റിവിഷൻ നടത്തിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ നെയിം നിങ്ങൾ മറന്നില്ല. നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ സ്ഥലം മറന്നില്ല. വീട്ടുപേര് നിങ്ങൾ മറന്നില്ല. അച്ഛന്റെ പേര്, അമ്മയുടെ പേര്, സഹോദരങ്ങളുടെ പേര്, ബന്ധുക്കളുടെ പേര്, അപ്പുറത്തെ വീട്ടിലെ മാമന്റെ പേര്, മാമിയുടെ പേര്, ചേച്ചിയുടെ പേര്, ആന്റിയുടെ പേര് മറന്നാ ഏതെങ്കിലും? ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയാതെ റിവൈസ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുമോ? റിവൈസ് ചെയ്യുമോ? പഠിക്കുമോ? റിവൈസ് ചെയ്യുമോ?
പഠിച്ച് ലിസ്റ്റിൽ വന്നിട്ടും ജോബ് കിട്ടാത്തവരും ഉണ്ട്. ഇല്ലല്ലോ, അങ്ങനെ വരാതിരിക്കില്ല. ലിസ്റ്റിൽ വന്നാ ജോലി കിട്ടുമെന്ന് ആരാ പറഞ്ഞേ? ലിസ്റ്റിൽ വന്നെന്ന് പറഞ്ഞ് ജോലി കിട്ടത്തില്ല. മുന്നിലോട്ട് വരണം. മുന്നിലോട്ട് വന്നാലേ ജോലി കിട്ടും. ലിസ്റ്റിനകത്ത് മുന്നിലോട്ട് വന്നാലേ ജോലി കിട്ടത്തുള്ളൂ കേട്ടോ. ലിസ്റ്റിൽ വന്നെന്ന് പറഞ്ഞ് ജോലി കിട്ടില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ റാങ്ക് നല്ല മുന്നോട്ടായിരിക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക.